പ്രിയമുള്ളവരെ, ഈരാറ്റുപേട്ട എന്നുള്ള കൊച്ചു പട്ടണത്തെക്കുറിച്ച് മാത്യു സാമുവൽ എന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ കാണാനിടയായി. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ അദ്ദേഹം പ്രസിദ്ധീകരിച്ചതെന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ ആരോ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശരിയായ അർത്ഥത്തിൽ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഈ ചെറുനഗരത്തെയോ അവിടെ ജീവിക്കുന്ന ജനങ്ങളെക്കുറിച്ചോ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് എന്റെ കൊച്ചുനാളിൽ മുതൽ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പട്ടണവുമായി ബന്ധമുണ്ട്. ഞാൻ 1ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി അരുവിത്ര കോളേജിൽ പഠിക്കാനെത്തുന്ന കാലം മുതൽ ഈരാറ്റുപേട്ടയിലെ വ്യക്തികൾ, സുഹൃത്തുക്കൾ, സ്ഥാപനങ്ങൾ, കുടുംബങ്ങൾ ഇവരുമായിട്ടെല്ലാം വളരെ അടുത്ത ബന്ധമാണുള്ളത്. അവിടെ എന്തെങ്കിലും ഒരു സാമുദായികമായ വേർതിരിവോ സാമുദായിക സംഘർഷങ്ങളോ കലാപങ്ങളോ ഒന്നും ആ പ്രദേശത്തുണ്ടായതായി എന്റെ ഓർമ്മയിലില്ല. തന്നെയുമല്ല, അവിടെയുള്ള എല്ലാവരും വളരെ സാഹോദര്യത്തോടെ കഴിയുന്നവരാണ്. അരുവിത്ര പള്ളി തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്രൈസ്തവ ദേവാലയമാണ്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം 1000-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. അവിടുത്തെ നിരവധിയായ മുസ്ലിം ദേവാലയങ്ങൾ, ഇവരെല്ലാം പരസ്പരം സഹായിക്കാനും കാരുണ്യ പ്രവർത്തനങ്ങൾ നൽകാനും സമൂഹത്തിന് കൈത്താങ്ങായി മാറാനും മത്സരിക്കുന്ന ആളുകളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2018-ലെ മഹാപ്രളയം നമ്മുടെ നാടിനെ മുഴുവൻ വിഴുങ്ങിയപ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പത്തനംതിട്ട ജില്ല ഏതാണ്ട് പൂർണ്ണമായി തന്നെ പ്രളയത്തിലാണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ വോളണ്ടിയർമാർ വന്നതും ഏറ്റവും കൂടുതൽ സഹായഹസ്തങ്ങൾ നീട്ടിയതും ഏറ്റവും കൂടുതൽ സാധന സാമഗ്രികൾ എത്തിച്ചതും ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പ്രദേശത്തു നിന്നായിരുന്നു. പത്തനംതിട്ടയിലുള്ളവരുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെയാണ് ഈ സഹായം എത്തിച്ചത് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതുമാത്രമല്ല, സംസ്ഥാനത്ത് എവിടെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളോ എന്തെങ്കിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം പുറപ്പെടുന്ന വോളണ്ടിയർമാരുടെ വാഹനം ഈരാറ്റുപേട്ടയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്തെ, അവിടുത്തെ എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നതും ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകളെ സഹായിക്കുന്ന ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം ഈരാറ്റുപേട്ടയാണ്. ഇന്ന് മാത്യു സാമുവൽ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, മുസ്ലിം ലീഗർ വിദ്യാഭ്യാസം രംഗത്തേക്ക് ഏറ്റവും കൂടുതലായി കടന്നു വരുന്നു എന്നുള്ളതാണ്. ആ പ്രദേശത്തെ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും മികച്ച കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുകളിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഈ പെൺകുട്ടികളാണ്. അവിടുത്തെ പുതിയ തലമുറ എല്ലാം വിദ്യാസമ്പന്നരായ തലമുറയാണ്. അവർ ലോകം മുഴുവൻ പോയി ജീവിത വിജയം നേടുന്ന ഒരു തലമുറയാണ്. അവർ നേടുന്ന ജീവിത വിജയം നാടുമായി പങ്കുവെക്കാനും നാട്ടിന്റെ എല്ലാ നന്മ പ്രവർത്തനങ്ങളിലും ലോകത്തെവിടെയിരുന്നാണെങ്കിലും കരുതലോടെ നോക്കിക്കാണാനും കഴിയുന്ന ഒരാളുകളാണ്. അപ്പോൾ ഇല്ലാത്ത ഒരു സാമുദായിക വിദ്വേഷം, അത് കൃത്രിമമായി പടച്ചുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ കുറച്ചു കാലങ്ങളായി ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അത് ഒരു തരത്തിലും ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല എന്നുള്ളതാണ്. നമ്മുടെ നാട് വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു നാടാണ്. വ്യത്യസ്തങ്ങളായ ജാതിയിലും മതത്തിലും ഒക്കെ പെട്ട ആളുകൾ പരസ്പരം വിശ്വസിച്ചും സഹായിച്ചും ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പലർത്തുന്ന വീഡിയോകളൊക്കെ പ്രസിദ്ധീകരിച്ച് ആളുകളുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിന് ഒട്ടും ചേർന്നതല്ല എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈരാറ്റുപേട്ടയിൽ മാത്രമായി തുടക്കം കുറിച്ച ഒന്നാണ് പലിശരഹിത ബാങ്ക്. ആ പലിശരഹിത ബാങ്കിന് തുടക്കം കുറിച്ചത് ഈരാറ്റുപേട്ടയിലെ വ്യാപാരി വ്യവസായി സംഘടനയാണ്. ഞാനതിന്റെ തുടക്കം കുറിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, 1 ഉറുപ്പിക പോലും പലിശ വാങ്ങിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ
ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ സ്ഥാപനത്തിന് ചെലവുകളില്ല. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന AMA ഖാദർ എന്ന് പറയുന്ന വ്യാപാരി വ്യവസായ പ്രസിഡന്റ് പറഞ്ഞു, ഈരാറ്റുപേട്ടയെക്കുറിച്ച് അറിയില്ലേ, ഇവിടെ നല്ല കാര്യത്തിന് സഹായം നൽകുന്ന എത്രയോ ആളുകളാണുള്ളത്. ഇന്നിപ്പോൾ 100 കണക്കിന് കോടി ഉറപ്പിക്കുക അവിടെ സാധാരണക്കാർക്ക്, കൃഷിക്കാർക്ക്, അവിടെ ചെറുകിട കച്ചവടക്കാർക്ക്, ദൈനംദിന ആവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നവർക്ക് പലിശയില്ലാതെ വായ്പ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി അത് മാറിയിരിക്കുകയാണ്. അതുപോലെ എത്ര ഉദാഹരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കാറുള്ളത്. വീടില്ലാത്തവർക്ക് ഏറ്റവും കൂടുതൽ വീടുകൾ വെച്ചു കൊടുക്കുന്നത്, മറ്റുള്ളവരുടെ ദുഃഖത്തിലും പ്രയാസത്തിലും ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ആളുകൾ. അവിടുത്തെ കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന പല വ്യവസായ സംരംഭങ്ങൾ അവിടെയുണ്ട്. ഞാൻ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ പണിയെടുക്കുന്ന ജീവനക്കാരിൽ നല്ല ശതമാനവും മറ്റ് മതസ്ഥരായ സമീപ പഞ്ചായത്തുകളിൽ നിന്നൊക്കെയുള്ള ആളുകളാണ്. അപ്പോൾ ഒരുമയോടെ കഴിയുന്ന ഒരു നാടിനെക്കുറിച്ച് തെറ്റിദ്ധാരണജനകമായ വാർത്തകൾ പുറത്തുവിട്ട് സമൂഹത്തിൽ ഒരു ഭിന്നതയുണ്ടാക്കുന്നത് ആർക്കും ഭൂഷണമല്ല. ഈരാറ്റുപേട്ട എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ കാര്യങ്ങളും അടുത്ത് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഈരാറ്റുപേട്ട നന്മയും സ്നേഹവും കരുതലുമുള്ള ഒരു പ്രദേശമാണ്. അവിടുത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവിടുത്തെ ക്രൈസ്തവ ദേവാലയവും മുസ്ലിം ദേവാലയങ്ങളും അവിടുത്തെ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ പുലർത്തുന്ന ആ പരസ്പര വിശ്വാസവും സാഹോദര്യവും അത് കേരളത്തിന് തന്നെ മാതൃകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ല. ഒന്നുകിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ ഇതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ആരോ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ